അജ്മീറിൽ കവർച്ചാ സംഘത്തെ കീഴടക്കി ആലുവ സ്ക്വാഡ്. സിനിമാ രംഗങ്ങളെ പോലും വെല്ലുന്ന ഏറ്റുമുട്ടൽ. പോലീസിന് നേരെ വെടിവെപ്പ്. വാർത്താരംഭം ആദ്യം ദേശീയ ശ്രദ്ധ തുടരുന്ന വാർത്തയിലേക്കാണ്. കർഷക സമരത്തിനിടെ കർഷകൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പഞ്ചാബ് ഹരിയാന സർക്കാരുകൾ തമ്മിൽ തർക്കം രൂക്ഷമാകുന്നു. ഉത്തരവാദികളായ ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെ നിയമ നടപടി കൈക്കൊള്ളുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പറഞ്ഞു. ഡൽഹി ചലോ മാർച്ച് 2 ദിവസത്തേക്ക് നിർത്തിവെച്ചു എങ്കിലും പ്രതിഷേധം കടുപ്പിച്ച് മുന്നോട്ടു പോകും എന്ന നിലപാടിലാണ് കർഷകർ. നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, ഈ കർഷക സമരം മറ്റൊരു തലത്തിലേക്ക് മാറുന്നു. പ്രത്യേകിച്ച് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ. പഞ്ചാബ് AAP ആണ് ഭരിക്കുന്നത്. അതേസമയം BJP NDA ഭരണകൂടങ്ങൾ ആണ് ഈ പ്രതിഷേധത്തെ ശക്തമായ രീതിയിൽ എതിർക്കുന്നത്. ഈ ഏറ്റുമുട്ടൽ ഏത് നിലയിലാണ് മുന്നോട്ട് പോകുന്നത്? അതോടൊപ്പം കർഷകരുടെ നിലപാടെന്താണ്? അഭിലാഷ്, കർഷക സമരം ശക്തമായി തുടരുകയാണ്. കാരണം ഇന്നലെ കനൌരി അതിർത്തിയിലുണ്ടായ വെടിവെപ്പിലാണ് യുവ കർഷകൻ കൊല്ലപ്പെട്ടത്. ബഠിണ്ടയിൽ നിന്നുള്ള 21 വയസ്സുകാരനായ ശുഭ്കരൺ സിംഗ് ആണ് കൊല്ലപ്പെട്ടത്. തുടർന്ന് ശുഭ്കരൺ സിംഗിനെ വെടിയേറ്റതിന് ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു. തലയ്ക്ക് പുറകിലാണ് വെടിയേറ്റതെന്നാണ് കർഷക സംഘടനാ നേതാക്കൾ വ്യക്തമാക്കിയത്. ഏതായാലും ഹരിയാന പോലീസ് പക്ഷേ ഇത് നിഷേധിക്കുകയാണ്. ഹരിയാന പോലീസിന്റെ ഭാഗത്തുനിന്ന് വെടിവെപ്പ് ഉണ്ടായിട്ടില്ല എന്ന വിശദീകരണമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും രണ്ട് സർക്കാരുകൾ തമ്മിലുള്ളൊരു പോരിനും ഇത് വഴിവെച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ പല അതിർത്തികളിലും സമാനമായ രീതിയിൽ സംഘർഷമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശംഭു അതിർത്തിയിൽ ഇന്നലെ കർഷകർക്ക് നേരെ ഹരിയാന അതിർത്തിയിലേക്ക് കടക്കാൻ, ഡൽഹിയിലേക്ക് പോകാനായി ഹരിയാനയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം ഗ്രനേഡും ഒക്കെ പ്രയോഗിച്ചിരുന്നു. അപ്പോൾ പട്യാല റേഞ്ച് DIG വ്യക്തമാക്കിയത് ഹരിയാന പോലീസിന് നടപടി അംഗീകരിക്കാൻ കഴിയില്ല, ഇല്ലാതെ തന്നെ കർഷകരെ ആക്രമിക്കുകയായിരുന്നു ഹരിയാന പോലീസ് എന്നായിരുന്നു പഞ്ചാബ് പോലീസ് വ്യക്തമാക്കിയത്. അപ്പോൾ പോലീസ് തന്നെ ഇതിലുള്ള എതിർപ്പ് ഹരിയാന പോലീസിനെ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കനൌരി അതിർത്തിയിൽ കർഷകൻ കൊല്ലപ്പെട്ടത്. ഏതായാലും പഞ്ചാബ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇതിനെതിരെ നിയമ നടപടി കൈക്കൊള്ളും, കുറ്റക്കാരെ വെറുതെ വിടില്ല എന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഇന്നലെ രാത്രി പ്രതികരിച്ചത്. സ്വാഭാവികമായും അത് ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലൊരു തർക്കത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണുള്ളത്. ഏതായാലും കർഷകൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ 2 ദിവസത്തേക്ക് സമരം, ഡൽഹി ചലോ മാർച്ച് നിർത്തിവെക്കുകയാണെന്ന് കർഷക സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അവർ അതിർത്തിയിൽ തന്നെ ഈ 2 ദിവസവും തുടരും. അതിനുശേഷം ഡൽഹി ചലോ മാർച്ച് പുനരാരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും സമരത്തിൽ നിന്ന്, മാർച്ചിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ടില്ല, അത് കടുപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം സമാധാനപരമായി സമരം നടത്തുന്നവർക്ക് നേരെയാണ് പ്രകോപനപരമില്ലാതെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വെടിവെപ്പ് ഉണ്ടായതെന്നാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല, കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഇനി പോകണമോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു ചർച്ച ആവശ്യമാണ്, കർഷക സംഘടനകൾക്കിടയിൽ ചർച്ച ആവശ്യമാണെന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും സമരം ശക്തമായി തുടരാൻ തന്നെയാണ് കർഷക സംഘടനകളുടെ തീരുമാനം. അഭിലാഷ്, ദേശീയ തലത്തിൽ ഇന്നും ശ്രദ്ധേയമാകുന്ന വാർത്ത കർഷക സമരം തന്നെയാണ്. അതോടൊപ്പം മറ്റൊരു വാർത്ത, ഹരിയാനയിലെ BJP സർക്കാരിനെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ ഇന്ന് ചർച്ച എന്നുള്ളതാണ്. 2 മണിക്കൂർ ചർച്ചയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സർക്കാർ എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടതായി പ്രതിപക്ഷ നേതാവ് ഭൂപീന്ദർ ഹൂഡ ആരോപിച്ചു. സഭയിൽ അംഗബലം BJP JJP കൂട്ടുകക്ഷി സർക്കാരിന് അനുകൂലമാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ER രാഗേഷ് തന്നെയാണ് വീണ്ടും ചേരുന്നത്. രാഗേഷ്, ഇവിടെ ഇപ്പോൾ ഈ അവിശ്വാസം അവതരിപ്പിച്ചു, അതിന്മേൽ ചർച്ച നടക്കുന്നു എന്നതിനപ്പുറത്ത് കൃത്യമായ അംഗബലവും കരുത്തുമുണ്ടല്ലോ സർക്കാരിന്. 3.5 വർഷം പിന്നിടുമ്പോഴാണ് മനോഹർലാൽ ഖട്ടർ സർക്കാരിനെതിരെ ഏതായാലും കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് സമസ്ത മേഖലകളിലും സർക്കാർ പരാജയമാണ്, NDA സർക്കാർ പരാജയമാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതായത് യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു, കർഷകർക്ക് മിനിമം താങ്ങുവില നൽകുന്നതിൽ പരാജയപ്പെട്ടു, സ്ത്രീ സുരക്ഷയിൽ സർക്കാർ പരാജയമാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും പരാജയമായ സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഏതായാലും അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാമെന്ന് സ്പീക്കർ അതിന് അനുമതി നൽകിയിരുന്നു. ഏതായാലും ഇന്ന്
ചർച്ച നടക്കും. 2 മണിക്കൂറാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ സർക്കാരിനെ സംബന്ധിച്ച് പ്രതിസന്ധിയില്ല. കാരണം 90 അംഗ നിയമസഭയിൽ സർക്കാരിന് കൃത്യമായ അംഗബലമുണ്ട്, ഭൂരിപക്ഷമുണ്ട്. 41 അംഗങ്ങൾ BJP മാത്രം ഉണ്ട്. ഒപ്പം ഈ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയായ ജനനായക് ജനതാ പാർട്ടി അവർക്ക് 10 അംഗങ്ങളുണ്ട്. ഇതിനു പുറമെ 6 സ്വതന്ത്രരുടെ കൂടി പിന്തുണ സർക്കാരിനുണ്ട്. അങ്ങനെ 57-58 അംഗങ്ങളുടെ പിന്തുണ സർക്കാരിനുണ്ട്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 46 അംഗങ്ങളുടെ പിന്തുണയാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയ്ക്കപ്പുറം സർക്കാരിനെ ബാധിക്കുന്ന വിഷയമല്ല. എങ്കിൽ പോലും സഭയിൽ ഈ വിഷയം കൊണ്ടുവരിക, ഇത് ചർച്ചയാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് പ്രതിപക്ഷത്തിനുള്ളത്. അതുകൂടി കണ്ടുകൊണ്ടാണ് വീണ്ടും അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള തീരുമാനം കോൺഗ്രസ് എത്തിയതും ഇന്നത് ചർച്ചയ്ക്ക് ഏതായാലും എടുക്കുന്നതും. അഭിലാഷ്, ഇതാണ് ഹരിയാനയിലെ രാഷ്ട്രീയ സാഹചര്യം. ഏറ്റവും പ്രധാനപ്പെട്ട 2 ദേശീയ വാർത്തകൾ ആദ്യം പരിശോധിച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ വാർത്തകളിലേക്ക് പോകുമ്പോൾ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക. പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് തീരുമാനം. ഉപരോധങ്ങൾ നാളെ പ്രഖ്യാപിക്കും. നിലവിൽ തന്നെ നിരവധി ഉപരോധം റഷ്യയ്ക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ പശ്ചാത്തലം കൂടി ഉണ്ട്. വെനസ്വേലയിൽ അനധികൃത സ്വർണ്ണഖനിയിൽ അപകടം, 23 പേർ മരിച്ചു. ബോളിവർ സംസ്ഥാനത്തായിരുന്നു അപകടം ഉണ്ടായത്. ഖനിയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് സംശയം. 200ഓളം പേർ ഖനിയിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ആണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. സംസ്ഥാനത്ത് നിന്നുള്ള കൂടുതൽ വാർത്തകൾ നമുക്ക് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. കൈകളിൽ പടരും വർണ്ണം കാവേരി കാവേരി മെഹന്തി. കാവേരി മെഹന്തിക്കോൻ കൈകളിൽ പടരും സ്നേഹത്തിൻ കടും വർണ്ണം. ഭാരതം ഇന്ന് പാലക്കാട് ക്ലബ് 6 കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി. VK ശ്രീകണ്ഠൻ MP കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. കോൺക്ലേവിനൊപ്പം മികച്ച സ്റ്റാർട്ടപ്പുകളെ കണ്ടെത്താനുള്ള മത്സരവും നടക്കും. മാനേജ്മെന്റ് രംഗത്ത് രാജ്യത്തെ പ്രഗത്ഭർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും. ഐക്കൺ 2024 ബി ഫ്യൂച്ചർ റെഡി കോൺക്ലേവ് ന്യൂസ് 18 കേരളം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ തത്സമയം കാണാം. കണ്ണൂർ വളപട്ടണം വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് ഫാക്ടറിയിൽ തീപിടുത്തം. രാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് നിഗമനം. അന്തർ സംസ്ഥാന പാതയിൽ മാക്കൂട്ടം ചുരം റോഡിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ പിക്കപ്പ് വാൻ കത്തി നശിച്ചു. കർണാടകയിൽ നിന്നും മരുന്നുമായി കേരളത്തിലേക്ക് വരികയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഡ്രൈവറും സഹായിയും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വയനാട്ടിലെ വന്യമൃഗശല്യത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് ഇന്ന് കൽപ്പറ്റയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ഉപവാസം. കാടും നാടും വേർതിരിക്കണമെന്നാവശ്യപ്പെട്ട് റാലിയും പൊതുസമ്മേളനവും നടത്തും. ആവശ്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് 501 പേർ ഉപവസിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഒരു കോർപ്പറേഷൻ വാർഡിലും 3 മുനിസിപ്പാലിറ്റികളിലെ 4 വാർഡുകളിലും 18 ജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനമന്ത്രി ഭൂപീന്ദർ യാദവിന്റെ വയനാട് സന്ദർശനം തുടരുകയാണ്. കളക്ട്രേറ്റിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ജില്ലയിലെ സാഹചര്യം ചർച്ച ചെയ്യുമെന്നും വിഷയം പ്രധാനമന്ത്രിയെ അറിയിക്കുമെന്നും ഭൂപീന്ദർ യാദവ് വ്യക്തമാക്കി. വയനാട്ടിൽ പുതിയ CCFI കെ വിജയാനന്ദ് ചുമതലയേറ്റു. വന്യമൃഗശല്യത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധവും തുടരുകയാണ്. കൽപ്പറ്റയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടക്കും. അതേസമയം ഓപ്പറേഷൻ വേലൂർ മഗ്ന നീളുകയാണ്. ദൗത്യം തുടങ്ങി 12 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ആന കർണാടക വനത്തിൽ തന്നെയാണ് ഉള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിൻസ് തോട്ടുങ്കരയാണ് ചേരുന്നത്. ഇന്ന് വയനാട്ടിൽ വളരെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി വയനാട്ടിൽ തുടരുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ഇന്ന് നടക്കുന്നുമുണ്ട്. ഇതിനിടെ വയനാട്ടിൽ കാട്ടാന ഭീതി തുടരുമ്പോൾ കടുവ ആക്രമണവും തുടരുകയാണ്. പുൽപ്പള്ളി കുറിച്ചിപ്പറ്റയിലാണ് കടുവ ആക്രമണം ഉണ്ടായത്.
പശുക്കളെയാണ് കടുവ ആക്രമിച്ചത്. കാട്ടാനയുടെ ആക്രമണത്തിൽ പോൾ കൊല്ലപ്പെട്ട സ്ഥലത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ ആണ് സംഭവം. ഇടുക്കി ചിന്നക്കനാലിലെ BL ഡാമിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുകയാണ്. മാസങ്ങളായി കാട്ടാനക്കൂട്ടങ്ങളും ഒറ്റയാന്മാരും മേഖലയിൽ തമ്പടിക്കാൻ തുടങ്ങിയതോടെ പകൽ സമയങ്ങളിൽ പോലും കൃഷിയിടങ്ങളിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് നാട്ടുകാർ പറയുന്നു. കുടിയേറ്റക്കാലത്ത് പോലും ഇല്ലാത്ത വിധം രൂക്ഷമായിരിക്കുകയാണ് BL ഡാമിലെ കാട്ടാന ശല്യം. എല്ലാ ദിവസവും മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷി ആനയുടെ ആക്രമണത്തിൽ നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. വളരെ ദുരിതത്തിലാണ്. കാരണം ഇപ്പോൾ പകൽ സമയത്ത് പോലും തോട്ടത്തിൽ പോയി ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആന എവിടെ ഉള്ളതെന്ന് ഉറപ്പ് വരുത്തിച്ചിട്ടാണ് തൊഴിലാളികൾക്ക് പണിക്ക് പോകുന്നത്. അപ്പോൾ ആന എവിടെ ഇല്ലാതെ ആർക്കും അറിയത്തില്ലെങ്കിൽ അന്നത്തെ പണിക്ക് പോകുന്നില്ല. കാരണം തൊഴിലാളികൾക്ക് പണിയില്ല. ആന എങ്ങനെ ഏലമെല്ലാം അടിച്ച് നശിപ്പിച്ച് കളയാം. മറ്റ് കൃഷി ചെയ്യാൻ ഇവിടെ വേറെ ഒരു മാർഗ്ഗമില്ല. ഏല മാത്രമേ ഇവിടെ കൃഷി ആ കാലാവസ്ഥ അനുകൂലമൊക്കെ ഉള്ളൂ. നേരത്തെ ഇഞ്ചി കൃഷിയൊക്കെ ആയിരുന്നു. ഇഞ്ചി കൃഷി ഇല്ലാതായി ഏല മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏലം കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആന കന്നാലി തിരുന്നപോലെ വന്ന് തില്ലുക. നേരത്തെയൊക്കെ ആന വന്ന ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് രാവിലെ പോകുന്നു. ഇപ്പോൾ പോവില്ല. വന്നോട്ട് തന്നെ നിൽക്കുക. അതുപോലെ 7 മണിക്കൊക്കെ പാൽ മേടിക്കാൻ പോയ സ്ത്രീയൊക്കെ അടുത്ത ദിവസം ഓടിച്ച് അവർ വീണ്ടും പരിക്ക് പറ്റി വന്നിരിക്കണം. ഈ 2 ആഴ്ചക്കുള്ള ഇവിടെ എല്ലാ ഭാഗത്ത് 2 ആളെ ആന മർദ്ദിച്ച് കൊലപ്പെടുത്തി. ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണാം. ഫോറസ്റ്റുകാർ വരും, അവർ എവിടെ ഉള്ളതെന്ന് നോക്കി കുറേ ആൾക്കാർ അവരോട് പോകും. ഇപ്പോൾ പടക്കം പൊട്ടിക്കാൻ പാടില്ല, അതിനെ ഉപദ്രവിക്കാൻ പാടില്ല, പാട്ട കൊട്ടാൻ പാടില്ല, കവണ വെച്ചേറ്റാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെ പിടിച്ചു കൊണ്ടുപോയി എവിടെയെങ്കിലും ഒരു സ്വൈരമായ സ്ഥലത്ത് നിർത്തി വേലി കെട്ടിയോ ട്രഞ്ചി വെട്ടിയോ അല്ലെങ്കിൽ മത്സ്യം വേലി ഇട്ടോ സംരക്ഷിക്കുകയല്ലേ വേണ്ടത്. അതിന് തീറ്റ കൊടുക്കുകയും വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത്. അതിനെ നമ്മൾ കൊല്ലാനൊന്നും പറയുന്നില്ല. അത് ആരും ജീവിക്കണ്ടേ, ജീവിച്ചു പോയില്ലേ. മുൻപ് BL ഡാമിലേക്ക് എത്തിയിരുന്നത് ചക്കക്കൊമ്പൻ എന്ന ഒറ്റയാൻ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ മുട്ടവാലിനും മേഖലയിൽ സ്ഥിരം സാന്നിധ്യമാണ്. മതികെട്ടാനിൽ നിന്ന് ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടങ്ങളും രാത്രിയും പകലും ഏലത്തോട്ടങ്ങളിൽ തമ്പടിക്കുകയാണ്. കാർഷിക മേഖല വിട്ട് ചിന്നക്കനാലിലെ പുൽമേടുകളിലേക്ക് ആനകൾ മാറുന്നില്ല. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന കർഷകൻ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. പ്രഭാത സവാരിക്കിറങ്ങിയ സ്ത്രീകൾക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയും ചെയ്തു. ஆனச்சல்லியும் பயங்கர சல்லியம். வீட்டில் ராத்திரிக்கு உறங்க முடியல. காடெல்லாம் அடிச்சு நொறுக்குது. இதுக்கு எங்கிட்டாவது ஒரு ஆணையை பத்திரி போய் விட்டாத்தே, இல்லாட்டி இங்கே ஒரு மனுஷரும் இருக்க முடியாது. மொத்தம் ராத்திரி மொத்தம் இங்கேதான் ஆனை. வீட்டு பக்கத்தில் இது வீடு, இது தோட்டம். எப்பயும் ராத்திரி 6 மணிலேருந்து காலையில் 6 மணி வரை இங்கே தான் கிடக்குது. பயங்கர சல்லியம். இதுக்கு ஏதாவது ஒரு ஏற்பாடு பண்ணால் நல்லது. കുട്ടികളെ സ്കൂളിൽ അയച്ചിട്ട് ഭയത്തോടെയാണ് വീട്ടുകാർ കാത്തിരിക്കുന്നത്. കൃഷിയിടങ്ങളിലും റോഡിലുമെല്ലാം ഏതു നിമിഷവും കാട്ടാനകൾ എത്തും. ഒറ്റയാന്മാർക്ക് പുറമെ കുട്ടിയാനകൾ ഉൾപ്പെടുന്ന വിവിധ കാട്ടാനക്കൂട്ടങ്ങളും വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. ന്യൂസ് 18 ഇടുക്കി. വന്യജീവികളുടെ ആക്രമണം ഇങ്ങനെ തുടരുകയാണ്. എന്തായാലും വനം മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അല്ല, നമ്മൾ 3 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രശ്നമായതുകൊണ്ട് അതാത് ഗവൺമെൻറ്റുകൾ ഇങ്ങനെ കൂടിയാലോചിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഗുണകരമായിരിക്കുമെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊരു കോർഡിനേഷൻ, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ തമ്മിലൊരു കോർഡിനേഷൻ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് തമ്മിൽ പൊരുത്തക്കേടൊന്നുമില്ല. ഇനിയിപ്പോൾ അത് കൂടുതൽ കുറച്ചും കൂടി ഇപ്പോൾ ഉള്ളത് പോരാ, കുറച്ചും കൂടി ഫലപ്രദമാക്കണം എന്നാണ് കോടതിയുടെ അഭിപ്രായമെങ്കിൽ കോടതിയുടെ അഭിപ്രായം പരിഗണിച്ചിട്ട് കാര്യങ്ങൾ നീക്കുക എന്നുള്ളതല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കാനുണ്ടെന്ന് തോന്നുന്നില്ല. ഈ മോഴയാനയെ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് കർണാടക വനംവകുപ്പ് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസർമാരെ തടയുകയോ അത്തരത്തിൽ സംഭവം ഉണ്ടായിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കർണാടകയായിട്ട് കൂടുതൽ ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ നമ്മൾ? അല്ല, കർണാടകയായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇന്നലെയും ചീഫ് സെക്രട്ടറി തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം കർണാടക വനത്തിനകത്ത് കയറി കേരള വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ പോകേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പോൾ കർണാടകത്തിലെ താഴെ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെടുത്തത് അത് സാധാരണ നിലയിൽ ശരിയല്ല. അപ്പോൾ അത് പ്രത്യേകമായി സംസാരിച്ച് സംയുക്തമായി കാര്യങ്ങൾ നടത്തുന്നതിലേക്ക് എത്താനാണ് സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. ഈ മനുഷ്യജീവനും സ്വത്തിനും ആപത്തുണ്ടാക്കുന്ന വന്യമൃഗങ്ങളെ വേട്ടയാടാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ. അല്ല, ആ കത്ത് നിങ്ങൾ മുഴുവനായിട്ട് വായിക്കണം. അതിൻ്റെ അടിയിൽ എന്താണ്, അഡ്വൈസറി അനുസരിച്ച് ചെയ്യണമെന്നാണ്. എന്താണ് അഡ്വൈസറി? ഒരു നിയമത്തിൽ ആ നിയമം എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടതെന്ന് സംബന്ധിച്ച ഉപദേശങ്ങളുണ്ടാകും, ചട്ടങ്ങളുണ്ടാകും.
നടപടിക്രമങ്ങളുണ്ടാവും. ഈ 3 കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് അങ്ങനെയുള്ള നിബന്ധനകൾ. ആ നിബന്ധനകൾക്കനുസരിച്ച് അപ്പോൾ അധികാരം നൽകുകയും എന്താണ് ഇപ്പം പറഞ്ഞ നടപടിന് അധികാരം നൽകണമെങ്കിൽ ആദ്യം കമ്മിറ്റി കൂടണം. അതാണ് നടപടിക്രമങ്ങൾ. ആ നടപടിക്രമങ്ങൾ ആ നിയമത്തിൽ തന്നെയുള്ളതാണ്. അപ്പോൾ നിയമത്തിലുള്ള ഈ രണ്ടാമത്തെ ഭാഗം പൂർണ്ണമായും വിസ്മരിച്ചുകൊണ്ട് മാത്രമാണ് പറയുന്നത്. നമുക്ക് അതുകൊണ്ടാണ് നടപടിക്രമങ്ങൾ പാലിക്കേണ്ടി വരുന്നത്. എന്താണ് ഇത് ആരുടെ ആനയാണ് അല്ലെങ്കിൽ ആരുടെ വന്യമൃഗമാണ്, ഇത് കണ്ടെത്തണം. അത് ആപൽക്കാരിയാണോ, അപകട സാധ്യതയുള്ളതാണോ, സ്വഭാവമുള്ളതാണോ നോക്കണം. അവിടെ നാഷണൽ ടൈഗർ റിസർവ് ഫൗണ്ടേഷൻ അതോറിറ്റിയുടെ പ്രതിനിധിയോടെ ഉൾക്കൊള്ളുന്നൊരു പ്രാദേശിക കമ്മിറ്റി കൂടി ശുപാർശ ചെയ്യണം. എന്തായാലും വനമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കടക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം വ്യക്തമാകുകയാണ്. 15 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ CPIM ധാരണയിൽ എത്തിയതിന് പിന്നാലെ CPI എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരുകയാണ്. സിറ്റിംഗ് എംപിമാർ മത്സരിക്കട്ടെ എന്ന നിലപാടിലാണ് കോൺഗ്രസ്. തൃശൂരിൽ സുരേഷ് ഗോപി പ്രചാരണം തുടങ്ങിയപ്പോൾ ആറ്റിങ്ങലിൽ വി മുരളീധരൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ BJP ചർച്ചകൾ പുരോഗമിക്കുന്നതേയുള്ളൂ. ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, ഇടത് വലതു മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്നതിൽ ഏതാണ്ടൊരു ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ BJP ആണ് കൂടുതൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ ഉള്ളത്. വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാനുള്ള സാധ്യതയാണോ മുന്നിലുള്ളത്? എന്തായാലും ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ 3 മുന്നണികളും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയേക്കുമെന്ന് തന്നെയാണ് സൂചന. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. BJPയുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങലിലെ കാര്യത്തിൽ അല്ലെങ്കിൽ തൃശ്ശൂരിലെ കാര്യത്തിൽ മാത്രമാണ് ഒരു തീരുമാനം എത്തിയിരിക്കുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി കളത്തിലിറങ്ങുന്നു. അദ്ദേഹം ഏറെക്കുറെ പ്രചാരണം തുടങ്ങിയ മറ്റുമാണ്. ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്നെ മത്സര രംഗത്തേക്ക് ഇറങ്ങിയാൽ ശക്തമായ ത്രികോണ മത്സരത്തിനാകും ആറ്റിങ്ങൽ സാക്ഷ്യം വഹിക്കുക. കാരണം സിറ്റിംഗ് MP അടൂർ പ്രകാശ്, അതോടൊപ്പം മണ്ഡലം തിരിച്ചുപിടിക്കാൻ അഭിമാന പോരാട്ടത്തിൽ CPM കളത്തിലിറക്കുന്ന ജില്ലാ സെക്രട്ടറി കൂടിയായ വി ജോയി, അതോടൊപ്പമാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കൂടി ആറ്റിങ്ങലിൽ നിന്ന് മത്സരിച്ചേക്കുമെന്ന കാര്യം ഉറപ്പാകുന്നത്. അങ്ങനെയാണെങ്കിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് ആറ്റിങ്ങൽ വേദിയാകും. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ആരെയാണ് BJP സസ്പെൻസായി കരുതി വെച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം തിരുവനന്തപുരം അവർ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്ന ഒരു മണ്ഡലമാണ്. പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങൾക്ക് പുറമെ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുമായി ഒക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടത്തുകയും ലത്തീൻ സഭയുടെ ആസ്ഥാനത്തുൾപ്പെടെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ, കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തുന്ന സാഹചര്യമൊക്കെ നമുക്ക് നേരത്തെ തന്നെ കാണാൻ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ ആരാകും BJPയുടെ സ്ഥാനാർത്ഥിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന ഒരു വലിയ ചോദ്യമുണ്ട്. എന്തായാലും ഒരാഴ്ചക്കകത്ത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വ്യക്തമാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം ഏതാണ്ട് വ്യക്തമാവുകയാണ്. മിക്കവാറും സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ പശ്ചാത്തലമുണ്ട്. അത് ഔദ്യോഗികമായ പ്രഖ്യാപനം അല്ല എങ്കിൽ കൂടി പക്ഷേ BJP ഇനിയും മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമമായി തീരുമാനം എടുത്തിട്ടില്ല. എറണാകുളത്തെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് CPIM നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് KJ ഷൈൻ ന്യൂസ് 18നോട് പറഞ്ഞു. മാധ്യമങ്ങളിലൂടെയാണ് താനും ഇക്കാര്യം അറിഞ്ഞത്. ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചാൽ പ്രതികരിക്കാമെന്നും KJ ഷൈൻ വ്യക്തമാക്കി. എറണാകുളം മണ്ഡലത്തിലെ CPM ലോക്സഭാ സ്ഥാനാർത്ഥി KJ ഷൈനാണ് ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത്. ടീച്ചറെ നമസ്കാരം. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു പേരാണ് മണ്ഡലത്തിൽ ഉയർന്നു വന്നത്. വടക്കംപറവൂരിൽ മാത്രം പ്രവർത്തിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തി, ഈ ഒരു തെരഞ്ഞെടുപ്പ് എത്രമാത്രം വെല്ലുവിളി നിറഞ്ഞതാണ്? ഒന്നാമത്തെ കാര്യം, ഇത് ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്ന് ഒരു തീരുമാനം വന്നിട്ടില്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ പോലുള്ള മാധ്യമങ്ങളിലൂടെയാണ് ഞാനും അതറിഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വിളിച്ചത്. അല്ലാതെ ഇത് പാർട്ടി തീരുമാനിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ. പൊന്നാനിയിലെ KS ഹംസയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ CPIM ലക്ഷ്യം വെക്കുന്നത് സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ പിന്തുണയാണ്. AP വിഭാഗത്തിന് സ്വീകാര്യനായ KS ഹംസയ്ക്ക് ലീഗ് വോട്ടുകൾ പിളർത്താൻ കഴിഞ്ഞാൽ മണ്ഡലത്തിൽ അട്ടിമറി സാധ്യമാകും എന്നാണ് CPIM വിലയിരുത്തൽ. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, CPIM എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുള്ളത്. ഔദ്യോഗികമായ പ്രഖ്യാപനം വരുന്നതേയുള്ളൂ. അല്പസമയം മുമ്പ് എറണാകുളത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷൈൻ്റെ പ്രതികരണം ആണ്
നമ്മൾ പ്രേക്ഷകർക്ക് നൽകിയത്. അതോടൊപ്പം ഹംസ മത്സര രംഗത്തേക്ക് എത്തുന്നു. അത് മുൻ ലീഗ് നേതാവ് കൂടിയാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തെ മത്സരിപ്പിക്കുമ്പോൾ എന്താണ് CPIM ലക്ഷ്യം വയ്ക്കുന്നത്? അഭിലാഷ്, ചോദ്യം ആവർത്തിക്കാമോ? ഹംസയെപ്പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ CPIM എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? അഭിലാഷ, നമുക്കറിയാം പൊന്നാനി മണ്ഡലം കാലങ്ങളായിട്ട് 2009 മുതൽ ഇടതുപക്ഷത്തിന്റെ ഒരു പരീക്ഷണശാലയാണ്. 2009 ഹുസൈൻ രണ്ടത്താണി മത്സരിക്കുന്നു. 2014 വി അബ്ദുറഹ്മാൻ, അന്ന് അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായിട്ട് അതിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് വന്ന സമയം. അതിനുശേഷം 2019 PV അൻവർ മത്സരിക്കുന്നു. ഒക്കെ സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു ശ്രമം അവിടെ നിന്നും വലതുപക്ഷത്തു നിന്നും ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് വലതുപക്ഷത്തെ വോട്ടുകൾ പിളർത്തി അത്തരത്തിൽ വിജയം നേടാൻ കഴിയുമോ? അതായത് തവനൂരാകട്ടെ, നിലമ്പൂരാകട്ടെ, താനൂരാകട്ടെ, ഇവിടെയെല്ലാം ഇടതുപക്ഷം നിയമസഭയിലേക്ക് പയറ്റുന്ന തന്ത്രമാണ് ഇവിടെ പൊന്നാനിയിൽ ഇത്തവണയും ആവർത്തിക്കുന്നത്. എന്നാണെങ്കിലും KS ഹംസയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹംസയ്ക്ക് ഇടതുപക്ഷത്തിൻ്റെ വിലയിരുത്തൽ ഹംസയ്ക്ക് സമസ്തയുടെ പിന്തുണ, അതായത് EK വിഭാഗത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയുണ്ട്. ഇന്ന് നമുക്കറിയാം ലീഗ് നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുകയാണ് സമസ്തയിലെ ഒരു വിഭാഗം. അവരുടെ പിന്തുണ ഹംസയ്ക്ക് നേടാനാകും. അവരിലൂടെ ആ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും. അതോടൊപ്പം AP വിഭാഗത്തിൻ്റെ പിന്തുണയുണ്ട്. ഇതിനൊപ്പം ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ മുഴുവൻ കൃത്യമായ രീതിയിൽ തന്നെ പോൾ ചെയ്താൽ പൊന്നാനിയിൽ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയും എന്നൊരു കണക്കുകൂട്ടലാണ് ഇടതുപക്ഷത്തിനുള്ളത്. അതുകൊണ്ടാണ് KS ഹംസയെ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് മറുവശത്തേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ലീഗിനെ സംബന്ധിച്ച് ഹംസ ഒരു സ്ഥാനാർത്ഥിയായി വരുന്നത് ലീഗ് ഒരിക്കലും കണക്ക് കൂട്ടിയിട്ടില്ല. ലീഗിലെ ഉന്നതർക്കെതിരെ, പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നിശ്ചിത വിമർശനം നടത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെക്കെതിരെ പോലും വിമർശനങ്ങൾ ഉയർത്തിയാണ് ഹംസ ലീഗിൽ നിന്നും പുറത്താകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ലീഗിലെ ഒരു വിഭാഗം ഹംസയ്ക്ക് മൗനമായിട്ട് പിന്തുണ നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ലീഗിലെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ കൂടി തനിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ് ഹംസയ്ക്കുള്ളത്. മറുവശത്ത് ലീഗാണെങ്കിൽ ഹംസയുടെ സ്ഥാനാർത്ഥിത്വം ഒരു വെല്ലുവിളിയാകില്ല എന്ന കണക്കൂട്ടൽ തന്നെയാണ് ഉള്ളത്. ലീഗിലെ ഉന്നതരൊക്കെ തന്നെ ഈ പറയുന്നത് ഹംസയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ പോലും ഇടതുപക്ഷത്തിൽ സ്ഥാനാർത്ഥിക്ക് ലഭിക്കണമെന്നില്ല എന്നൊരു കണക്കൂട്ടിലാണ് ലീഗിന് ഈ ഒരു ഘട്ടത്തിൽ ഉള്ളത്. എന്താണെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഒന്നിനു ശേഷമേ നമുക്ക് ഹംസയുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷമേ എന്തെങ്കിലും തരത്തിലുള്ള മാധ്യമങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയൂ എന്ന ഒരു നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. എന്താണെങ്കിലും ഈ ഒരു ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥികളെ ഒരു കൃത്യമായ ധാരണയാക്കിയതോടെ ഏറെ വൈകാതെ തന്നെ ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. സമദാനിയും ETയും മണ്ഡലം മാറി മത്സരിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. എന്തായാലും കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ രംഗത്തേക്ക് ഇറക്കുന്നത്. അതിനിടെയാണ് സംസ്ഥാനത്ത് 23 തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒരു കോർപ്പറേഷൻ വാർഡിലും 3 മുനിസിപ്പാലിറ്റികളിലെ 4 വാർഡുകളിലും 18 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും ആണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡാൻ കുര്യൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, ഈ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. നാളെയാണ് വോട്ടെണ്ണൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ്. അത് കാര്യമായി മറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നുവെന്നല്ല എങ്കിൽ പോലും എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? സ്വാഭാവികമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മനസ്സ്, ജനങ്ങളുടെ രാഷ്ട്രീയ മനസ്സ് ആർക്കൊപ്പമാണ് എന്ന് അറിയുന്ന സാഹചര്യം ആയി ഇത് രാഷ്ട്രീയ കക്ഷികൾ വിലയിരുത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ 10 ജില്ലകളിലായി ഒരു കോർപ്പറേഷൻ വാർഡിലും 4 മുനിസിപ്പാലിറ്റി വാർഡുകളിലും 18 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 88 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. അതിൽ 33 പേർ സ്ത്രീകളാണ്. എന്തായാലും ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും ഇന്നലെ തന്നെ പൂർത്തിയായിരുന്നു. രാവിലെ 7 മണി മുതലാണ് വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. നാളെ വോട്ടെണ്ണൽ നടക്കും. ഏതാണ്ട് 14ഓളം ബൂത്തുകളാണ് ഇതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പിനും മറ്റുമായി ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ അതീവ സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി. എന്തായാലും നാളെ ഉച്ചയോടെ ഈ 23 വാർഡുകളിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൃത്യമായി അറിയാൻ കഴിയും. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശം നൽകിയത്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിവിധ യാത്രകൾ തുടരുന്നത്. KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി യാത്ര ഇന്ന് കോട്ടയത്താണുള്ളത്. വൈകിട്ട് 3 മണിക്ക് പാലായിലും
5 മണിക്ക് കോട്ടയത്തുമാണ് സ്വീകരണ പരിപാടികൾ. പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, കടുത്തുരുത്തി നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ഉള്ള പ്രവർത്തകർ പാലായിലെ പരിപാടിയിലാണ് പങ്കെടുക്കുക. പുതുപ്പള്ളി, ഏറ്റുമാനൂർ, വൈക്കം, ചങ്ങനാശ്ശേരി, കോട്ടയം നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ഉള്ളവർ ആണ് കോട്ടയത്തെ പരിപാടിക്ക് എത്തുക. നാളെ രാവിലെ 10 മണിക്ക് ക്ഷണിക്കപ്പെട്ട സമുദായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുമായി ബന്ധപ്പെട്ട് പാട്ടുവിവാദം ശക്തമായിരുന്നു. ഈ പാട്ടുവിവാദത്തിൽ BJP നേതൃത്വം IT സെല്ലിനോട് വിശദീകരണം തേടിയിരുന്നു. അതിന്മേലുള്ള വിശദീകരണം ഇപ്പോൾ IT സെൽ നൽകിയിരിക്കുകയാണ്. പാട്ട് കേൾക്കാതെ പോയതാണ് അബദ്ധത്തിന് കാരണം എന്നാണ് ഇപ്പോൾ സെൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ തയ്യാറാക്കിയതിലും നേതൃത്വം വിശദീകരണം തേടിയിട്ടുണ്ട്. മലപ്പുറം എടവണ്ണപ്പാറ ചാലിയാറിലെ 17കാരിയുടെ മരണത്തിൽ കരാട്ടെ അധ്യാപകൻ അറസ്റ്റിൽ. കരാട്ടെ അധ്യാപകൻ സിദ്ദിഖ് അലിക്ക് എതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു. CV അനുമോദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് എടവണ്ണ പാറയിൽ ഈ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനിയെ ചാലിയാർ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ കുടുംബം ഈ കരാട്ടെ അധ്യാപകനെതിരെ ആരോപണങ്ങളുമായി വന്നിരുന്നു. ഇയാൾ ഈ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നുവെന്നും ഈ കുട്ടി ഇയാൾക്കെതിരെ പരാതി കൊടുക്കാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നുവെന്നും തുടങ്ങിയ വിവരങ്ങൾ ഈ കുട്ടിയുടെ കുടുംബം തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി. അതിനുശേഷമാണ് പോലീസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. ഇയാൾക്ക് ഈ സിദ്ദിഖ് അലിക്കെതിരെ മുൻപും ചില പോക്സോ ആരോപണങ്ങളും കേസുകളും ഉണ്ടായിരുന്നു. ഇതിന് മുമ്പ് റിമാൻഡിലായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും മുൻപ് അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ കുട്ടിയുടെ മരണത്തിന് ശേഷമാണ് ഈ കാര്യങ്ങൾ പുറത്തറിഞ്ഞതിനെ തുടർന്ന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. പോക്സോ നിയമപ്രകാരമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വൈകി ഉണ്ടായ നടപടി എന്ന് തന്നെ വേണം ഇക്കാര്യത്തിൽ പറയാൻ. കാരണം ഈ ഒരു വിഷയത്തിൽ പോലീസിന് പരാതി ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണ്. അതിന് ശേഷമാണ് പോലീസിൻ്റെ ഭാഗത്തും ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു കുടുംബത്തിൻ്റെ പരാതിയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായി ഉള്ളത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് CV അനുമോദ് നൽകിയത്. ഇടവേള. വാർഡുകളിലുമാണ് തെരഞ്ഞെടുപ്പ്. നാളെ രാവിലെ 10 മണിക്കാണ് വോട്ടെണ്ണൽ. നാളെ മുതൽ തിയേറ്ററുകളിൽ മലയാള സിനിമ റിലീസ് ചെയ്യില്ല. നിർമ്മാതാക്കൾ, വിതരണക്കാർ എന്നിവർക്കെതിരെയുള്ള പ്രതിഷേധ സൂചകമായാണ് ഫിയോക്കിന്റെ നടപടി. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഫിഫ്ക പറഞ്ഞു. കെ സുരേന്ദ്രന്റെ പദയാത്രയുമായി ബന്ധപ്പെട്ട പാട്ട് വിവാദത്തിൽ വിശദീകരണം നൽകി BJP നേതൃത്വം. BJP IT സെൽ കൺവീനർ S ജയശങ്കറാണ് വിശദീകരണം നൽകിയത്. കെ സുരേന്ദ്രന്റെ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയിലാണ് വിവാദഗാനം ഇടം പിടിച്ചത്. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന പരാമർശമാണ് പാട്ടിൽ ഉണ്ടായിരുന്നത്. KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി യാത്ര ഇന്ന് കോട്ടയത്ത്. വൈകിട്ട് 3-ന് പാലയിലും 5-ന് കോട്ടയത്തുമാണ് സ്വീകരണ പരിപാടികൾ. പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, കടുത്തുരുത്തി നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ പാലയിലെ പരിപാടിയിൽ പങ്കെടുക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകർ നടത്തുന്ന ഡൽഹി ചലോ മാർച്ച് 2 ദിവസത്തേക്ക് നിർത്തിവെച്ചു. ഖനൌരി അതിർത്തിയിൽ കർഷകൻ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മാർച്ച് നിർത്തിവെച്ചത്. പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് പഞ്ചാബിൽ നിന്നുള്ള കർഷകൻ ശുഭ്കരൺ സിംഗ് കൊല്ലപ്പെട്ടത്. ഭാവി പരിപാടികൾ നാളെ പ്രഖ്യാപിക്കുമെന്നും അതുവരെ അതിർത്തിയിൽ തുടരുമെന്നും കർഷക നേതാക്കൾ അറിയിച്ചു. യുവ കർഷകൻ മരിച്ചതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഹങ്കാരം കാരണമാണ് കർഷകൻ മരിച്ചതെന്നാണ് രാഹുലിന്റെ ആരോപണം. മോദിയുടെ അഹങ്കാരം കാരണം കഴിഞ്ഞ തവണ 700-ലേറെ കർഷകർക്കാണ് ജീവൻ ബലി കൊടുക്കേണ്ടി വന്നതെന്നും രാഹുൽ. കർഷകരുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ. കർഷകർ രാജ്യത്തിന്റെ അന്നജാതാക്കളാണ്.
കേന്ദ്ര സർക്കാരിന് മുൻവിധികളൊന്നുമില്ല. കർഷകരുമായി സബ്സിഡി അടക്കം നിരവധി സഹായം ചെയ്ത സർക്കാരാണ് മോദിയുടേതെന്നും അനുരാഗ് താക്കൂർ. ഹരിയാനയിലെ BJP സർക്കാരിനെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം സംസ്ഥാനത്ത് അതികഠിനമായ ചൂടാണുള്ളത്. 8 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും എന്നാണ് അറിയിപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 36 ഡിഗ്രി വരെയും താപനില ഉയരുമെന്ന് മുന്നറിയിപ്പുണ്ട്. കുംഭമാസം തുടങ്ങിയതേ ഉള്ളൂ. പക്ഷേ കേരളം ചുട്ടുപൊള്ളുകയാണ്. പകൽ താപനില 40.5 ഡിഗ്രി സെൽഷ്യസ് വരെയായി. തൃശൂർ അതിരപ്പിള്ളിയിൽ 40.5 ഡിഗ്രിയും പത്തനംതിട്ടയിലെ കുന്നന്താനം, തിരുവല്ല, കണ്ണൂർ, ചേമ്പേരി എന്നിവിടങ്ങളിൽ 40 ഡിഗ്രിയോടടുത്തുമായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയ ചൂട്. സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ഓട്ടോമേറ്റഡ് കാലാവസ്ഥാ മാപിനികളിലെ കണക്കാണിത്. ഈ കണക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗിക രേഖകളിൽ ചേർക്കാറില്ലെങ്കിലും അവരുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്താറുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുപ്രകാരം കഴിഞ്ഞ ദിവസം കണ്ണൂർ വിമാനത്താവളത്തിലായിരുന്നു ഉയർന്ന താപനില 37.9 ഡിഗ്രി സെൽഷ്യസ്. ചൂട് ഇനിയും കൂടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും ചൂടുമായി ബന്ധപ്പെട്ട യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. താപനില 3 മുതൽ 4 ഡിഗ്രി വരെ ഉയർന്നേക്കാം. മറ്റു ജില്ലകളിലും ചൂട് 35 ഡിഗ്രിക്ക് മുകളിലാണ്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ചൂട് വർദ്ധിക്കുന്നത് കാരണം നിർജ്ജലീകരണവും ദേഹാസ്വാസ്ഥ്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. സൂര്യതാപമേൽക്കാനുള്ള സാധ്യതയുള്ളതിനാൽ നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വെയിലത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളിൽ പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും വിശ്രമവേളയായി പരിഗണിച്ച് ജോലി സമയം ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സൂര്യതാപവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ യഥാസമയം കണ്ടെത്തി ശരിയായ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനായി ആരോഗ്യ പ്രവർത്തകർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടുതൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്നവരിൽ നേരിട്ട് വെയിലേൽക്കുന്ന ശരീരഭാഗങ്ങൾ സൂര്യതാപമേറ്റ് ചുവന്നു തടിക്കുകയും വേദനയും പൊള്ളലും ഉണ്ടാവുകയും ചെയ്യാം. ഇവർ ഡോക്ടറെ കണ്ട് ഉടനടി ചികിത്സ തേടേണ്ടതാണ്. പൊള്ളിയ കുമിളകൾ ഉണ്ടെങ്കിൽ പൊട്ടിക്കരുത്. അന്തരീക്ഷത്തിലെ ചൂട് കൂടുമ്പോൾ ശരീരം കൂടുതലായി വിയർക്കുകയും ജലവും ലവണങ്ങളും നഷ്ടപ്പെട്ട് പേശിവലിവ് അനുഭവപ്പെടുകയും ചെയ്യും. ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, കരിക്കിൻ വെള്ളം തുടങ്ങിയവ ധാരാളമായി കുടിച്ച് വിശ്രമിക്കുകയും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടില്ലെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടതുമാണ്. ചൂടുകാലത്ത് കൂടുതലായി ഉണ്ടാകുന്ന വിയർപ്പിനെ തുടർന്ന് ശരീരം ചൊറിഞ്ഞു തിണർക്കുന്നതിനെയാണ് ഹീറ്റ് റാഷ് എന്ന് പറയുന്നത്. കുട്ടികളെയാണ് അത് കൂടുതൽ ബാധിക്കുന്നത്. ഇങ്ങനെയുള്ളവർ അധികം വെയിൽ ഏൽക്കാതിരിക്കുകയും തിണർപ്പ് ബാധിച്ച ശരീരഭാഗങ്ങൾ എപ്പോഴും ഈർപ്പരഹിതമായി സൂക്ഷിക്കുകയും വേണം. കുട്ടികളിൽ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ കുട്ടികളെ വെള്ളം കുടിക്കാൻ ഓർമ്മിപ്പിക്കുന്നതിന് എല്ലാ സ്കൂളുകളിലും രാവിലെ 10:30-നും ഉച്ചയ്ക്ക് 2:30-നും ബെല്ലടിക്കും. അന്തരീക്ഷ താപം ഒരു പരിധിക്കപ്പുറം ഉയർന്നാൽ മനുഷ്യ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാവുകയും ശരീരത്തിലുണ്ടാവുന്ന താപം പുറത്തേക്ക് കളയുന്നതിന് തടസ്സം നേരിടുകയും ചെയ്യുന്നു. തുടർന്ന് ശരീരത്തിന് പല നിർണായക പ്രവർത്തനങ്ങളും തകരാറിലായേക്കാം. ഇത്തരം ഒരവസ്ഥയാണ് സൂര്യാഘാതം എന്ന് പറയുന്നത്. വളരെ ഉയർന്ന ശരീരതാപം, വറ്റി വരണ്ട് ചുവന്ന് ചൂടായ ശരീരം, ശക്തിയായ തലവേദന, തലകറക്കം, മന്ദഗതിയിലുള്ള നാഡീപിടിപ്പ്, മാനസികാവസ്ഥയിലുള്ള മാറ്റങ്ങൾ തുടങ്ങിയവയും ഇതേ തുടർന്നുള്ള അബോധാവസ്ഥയും സൂര്യാഘാതം മൂലം ഉണ്ടായേക്കാം. ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കേണ്ടതാണ്. സൂര്യാഘാതം, താപശരീര ശോഷണം എന്നിവ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. സൂര്യാഘാതം ഏറ്റതായി സംശയം തോന്നിയാൽ വെയിലുള്ള സ്ഥലത്ത് നിന്ന് തണുത്ത സ്ഥലത്തേക്ക് മാറി വിശ്രമിക്കണം. ധരിച്ചിരിക്കുന്ന കട്ടി കൂടിയ വസ്ത്രങ്ങൾ നീക്കം ചെയ്യുക. തണുത്ത വെള്ളം കൊണ്ട് ശരീരം തുടയ്ക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കാൻ നൽകുക. ഫലങ്ങളും സാലഡുകളും കഴിക്കുക. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നില്ലെങ്കിലോ ബോധക്ഷയം ഉണ്ടാവുകയോ ചെയ്താൽ അടുത്തുള്ള ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ഉറപ്പുവരുത്തുക. ഇതോടൊപ്പം ചില പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കാവുന്നതാണ്. ചൂടിന് കാഠിന്യം കൂടുമ്പോൾ ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കുക.
യാത്രകൾ വേണ്ടി വരുമ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കയ്യിൽ കരുതുക. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന പാനീയങ്ങളായ മദ്യം, ചായ, കാപ്പി, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവ പകൽ സമയത്ത് ഒഴിവാക്കുക. കുട്ടികളെ വെയിലത്ത് കളിക്കാൻ അനുവദിക്കാതിരിക്കുക. കുട്ടികൾക്ക് ജലലഭ്യത ഉറപ്പുവരുത്തുക. കുട്ടികളെയും വളർത്തുമൃഗങ്ങളെയും വെയിലത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തുവാൻ പാടില്ല. ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലലഭ്യത ഉറപ്പാക്കുക. കാറ്റ് കയറി ചൂട് പുറത്തു പോകത്തക്ക രീതിയിൽ വീടിന്റെ വാതിലുകളും ജനലുകളും തുറന്നിടുക. കട്ടി കുറഞ്ഞതും വെളുത്തതോ ഇളം നിറത്തിലുള്ളതോ ആയ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ, കുട, തൊപ്പി എന്നിവ ഉപയോഗിക്കുക. അതേസമയം കൊല്ലം പുനലൂരിൽ റെക്കോർഡ് ചൂടാണ് രേഖപ്പെടുത്തുന്നത്. ഇതോടെ വഴിയോര കച്ചവടക്കാരും യാത്രക്കാരുമെല്ലാം വെന്തുരുകുകയാണ്. പകൽ സമയം വഴിയോരങ്ങളും വിജനമാണ്. പുനലൂരിന്റെ സമസ്ത മേഖലകളും സ്തംഭനത്തിലാണ്. പട്ടണത്തെ കീറിമുറിച്ചൊഴുകുന്ന കല്ലടയാറിന് പോലും ചൂടിനെ നിയന്ത്രിക്കാൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനെ പോയാൽ പുനലൂർ എവിടെ ചെന്ന് നിൽക്കും? എല്ലാവരുടെയും ചോദ്യം ഇതാണ്. പുനലൂർ കലയനാട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ താപമാപിനിയിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് 37.6 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും കടുത്ത ചൂട്. വരും ദിവസം കടുത്ത ചൂടിനെ നേരിടേണ്ടി വരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകരുടെയും മുന്നറിയിപ്പുണ്ട്. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടിട്ടുള്ളത് 38.5 ഡിഗ്രി സെൽഷ്യസ്. അത് 3-4 വർഷം മുമ്പാണ്. പക്ഷേ ഈ ഫെബ്രുവരി മാസത്തിൽ ഇത്രയും കൂടുതൽ ചൂട് വന്നിട്ടുള്ളത് ഈ വർഷമാണ്. അത് 37.6 ഡിഗ്രി സെൽഷ്യസ് ഒരു ദിവസം വന്നു. പുനലൂർ പട്ടണത്തിൽ തണൽ വിരിച്ചു നിന്ന മരങ്ങളും ഉണങ്ങി തുടങ്ങി. ഉച്ചയായാൽ ടൗൺ പൂർണ്ണമായും വിജനമാകും. വഴിയോര കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല. നിൽക്കാൻ വയ്യ, ദേഹമെല്ലാം പൊള്ളി അടരുക ചൂട് കാരണം. ഇട്ടേക്കുന്ന സാധനങ്ങൾ വേറെ വെന്തു പോവുക ചൂട് കൊണ്ട്. അതിന് ഒരു നിർവാഹവും ഇല്ല. ചൂടിന് വേണ്ടി ഒരു ശമനം ഇല്ല. கம்மியாக இருக்குது, சூடு இல்லை, மக்கள் வெள்ளம் வெளியே வரவே இல்லை, வீட்டிலே இருக்காங்க. ஈவினிங் தான் சாயங்காலம் போல கொஞ்சம் வியாபாரம் இருக்குது, மதிய வெயிலில் ஒன்றும் இல்லை. സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരുന്ന തൂക്കുപാലത്തിൽ ചൂട് കടുത്തതോടെ ഒരാളും കയറുന്നില്ല. മീനമാകുമ്പോഴത്തേക്കിന് വെന്തുരുക്കും ചൂട്, യാതൊരു സംശയം വേണ്ട. പുനലൂരിനെ സംബന്ധിച്ചോളം പാലക്കാടിനേക്കാളും കൂടുതൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്നത് പുനലൂർ നിവാസികളാണ്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ആ സമയമാവുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നതും അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അധികാരികൾ അതൊക്കെ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓട്ടോ സ്റ്റാൻഡുകളുടെ സ്ഥിതിയും ദയനീയമാണ്. പുനലൂരിലെ ചൂടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടി കൂടുതലാണ്. ഇവിടെ കിടന്ന് വെയിൽ കൊണ്ട് വെന്തുരുകയാണ് ആൾക്കാരെല്ലാം. റോഡിലാണെങ്കിൽ ഒരു മനുഷ്യനും ഇല്ല, വണ്ടികൾ മാത്രമേ ഉള്ളൂ. വഴിയോര കച്ചവടം പൂർണ്ണമായും നിലച്ചു. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ നാരങ്ങ കച്ചവടമായിരുന്നു പുനലൂരിലെ പ്രധാന വഴിവാണിഭം. ചൂട് കടുത്തതോടെ എല്ലാ കച്ചവടക്കാരും പ്രതിസന്ധി നേരിടുകയാണ്. തണ്ണിമത്തൻ, ഇളനീര്, നാരങ്ങ വെള്ളം എന്നിവയുടെ കച്ചവടം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ചൂട് കൂടുതല, പക്ഷേ ആള് കുറവാണ്. ആള് കുറവായത് ഈ ചൂട് കൂടുതലായതുകൊണ്ട് ആള് കുറവാണ്. ആര്യങ്കാവ് ചുരം കടന്നെത്തുന്ന ഉഷ്ണക്കാറ്റാണ് പുനലൂരിലെ കാലാവസ്ഥാ വ്യതിയാനത്തിനും കടുത്ത ചൂടിനും കാരണമെന്ന് പറയപ്പെടുന്നു. ഓരോ വേനലിലും ചൂട് കടുക്കുകയും ചൂട് മൂലമുള്ള രോഗങ്ങൾ കൂടുകയും ചെയ്യുമ്പോൾ ഇതിനെ എങ്ങനെ ഫലപ്രദമായി നേരിടാമെന്നത് സംബന്ധിച്ച് ഒരു രൂപരേഖയും ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ല. പുനലൂരിന്റെ ഒരു താഴ്ന്ന പ്രദേശമാണ് കലയനാട്. ഈ കലയനാട് പോലുള്ള സ്ഥലത്ത് പോലും, ഇവിടെയാണ് നമ്മൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമുള്ള കലയനാടാണ്. ഈ പ്രദേശത്ത് പോലും മനുഷ്യർ ജീവിക്കാൻ കഴിയാത്ത, ഒരു ശകലം പോലും തണുപ്പില്ലാത്ത വളരെ അസഹനീയമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇത് അസഹനീയമാണ്. സ്ഥിതി തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ജനജീവിതം വലിയ പ്രതിസന്ധിയിലാകും. അനുദിനം ഉയർന്നു വരുന്ന ചൂട് നിയന്ത്രിക്കാനാകാതെ പുനലൂരുകാർ നെട്ടോട്ടപ്പെടുകയാണ്. പുനലൂരിന്റെ സമസ്ത മേഖലകളും ചൂട് മൂലം സ്തംഭനത്തിലാണ്. ഈ സ്ഥിതി തുടർന്നാൽ ഇനി എന്താകും പുനലൂര്? മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18, പുനലൂർ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വീണ്ടും മൂന്നാർ ദൗത്യം. സൂര്യനെല്ലിയിൽ റിസോർട്ടും 3 ഏക്കർ ഭൂമിയും ദൗത്യസംഘം ഒഴിപ്പിച്ചു. വ്യാജരേഖകൾ ചമച്ച് കൈവശം വെച്ച ഭൂമിയാണ് ഒഴിപ്പിച്ചത്. പ്രിൻസ് ജെയിംസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രിൻസ്, ആരുടെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടാണ് ഇത് എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ വെള്ളൂക്കുന്നേൽ ജോർജ്, ജിജി, അനിത എന്നിവരുടെ പേരിലുള്ള ഭൂമിയും 3 ഏക്കർ ഭൂമിയും റിസോർട്ടുമാണ് ഒഴിപ്പിച്ചത്. ഇവർ വ്യാജരേഖകൾ ചമച്ചാണ്, വ്യാജ തണ്ടപ്പേരും പട്ടയവും ചമച്ച് ഇപ്പം അവകാശ രേഖകളില്ലാതെയുമാണ് ഈ ഭൂമിയും റിസോർട്ടും കൈവശം വെച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് കോടതി കേസ് നിലവിലുണ്ടായിരുന്നു. ഇവർക്ക് ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ
സംഭവിക്കാൻ സാധിക്കാതിരിക്കുകയും തുടർന്ന് പട്ടയം ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന വ്യാജ പട്ടയം ഉടുമ്പൻചോല തഹസിൽദാർ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ഭൂമി തിരികെ ഏൽപ്പിക്കാൻ 1 മാസം കോടതി സമയം അനുവദിച്ചു. എന്നാൽ നടപടികൾ സ്വീകരിക്കാതെ വന്നതോടെയാണ് ദൗത്യ സംഘം ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 3 ഏക്കർ ഓളം ഭൂമി ഒഴിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം വൻകിട റിസോർട്ടും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ലൈസൻസിനായും ഇവർ അപേക്ഷ സമർപ്പിച്ചിരുന്നെങ്കിലും അതിനുള്ള നടപടിയും സ്വീകരിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഏതാനും നാളുകളായി 3-ാം ദൗത്യത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. വീണ്ടും ദൗത്യ സംഘം നടപടികൾ പൂപ്പാറയിലെ ഒഴിപ്പിക്കലിന് ശേഷം വീണ്ടും ദൗത്യ സംഘം നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അഭിലാഷ്, മൂന്നാറിൽ ദൗത്യസംഘം തുടരുകയാണ്. പ്രത്യേകിച്ച് ചെറുകിട കയ്യേറ്റക്കാരെ മാത്രമേ ഒഴിപ്പിക്കുന്നുള്ളൂ എന്ന ആക്ഷേപം നിലനിൽക്കുകയാണ്. ഇപ്പോൾ സൂര്യനെല്ലിയിൽ റിസോർട്ടും 3 ഏക്കർ ഭൂമിയും ദൗത്യസംഘം ഒഴിപ്പിച്ചത്. വ്യാജരേഖകൾ ചമച്ച് കൈവശം വെച്ച ഭൂമിയാണിപ്പോൾ ഒഴിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ നാളെ മുതൽ മലയാള സിനിമ റിലീസ് ചെയ്യില്ല എന്ന നിലപാടിൽ ഉറച്ച് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്. നിർമ്മാതാക്കൾ, വിതരണക്കാർ എന്നിവർക്കെതിരെയുള്ള പ്രതിഷേധ സൂചകമായാണ് നടപടിയെന്നാണ് ഫിയോക്കിന്റെ വിശദീകരണം. തിയേറ്റർ ഉടമകൾക്ക് ഇഷ്ടമുള്ള പ്രൊജക്ടർ വയ്ക്കാൻ സാധിക്കുന്നില്ല എന്നും പുതിയ പ്രൊജക്ടറുകൾ വാങ്ങാൻ പ്രൊഡ്യൂസർമാരുടെ നിയന്ത്രണത്തിലുള്ള മസ്റ്ററിംഗ് കമ്പനി നിർബന്ധിക്കുന്നു എന്നുമാണ് തിയേറ്റർ ഉടമകളുടെ ആക്ഷേപം. നിർമ്മാതാക്കൾ OTT കരാർ കൃത്യമായി പാലിക്കുന്നില്ല എന്നും ഫിയോക് ആരോപിക്കുന്നുണ്ട്. നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, ഈ വിഷയത്തിൽ പരിഹാരത്തിനുള്ള സാധ്യതകൾ തേടുന്നുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചർച്ചകൾ അടക്കം നടക്കുന്നുണ്ട്. പക്ഷെ ഇതിലൊരു പരിഹാരം കാണുന്നില്ല. നിർമ്മാതാക്കളുടെ ഇവർക്ക് നവമി പറയുന്നത് വ്യക്തമാകുന്നില്ല. ഈ വാർത്തയിലേക്ക് വരാം. നവമി, കേൾക്കാമെങ്കിൽ ഈ വിഷയം പരിഹരിക്കാൻ എന്തെങ്കിലും നീക്കം നടക്കുന്നുണ്ടോ? അഭിലാഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫിയോക്കിന്റെ ഈ ഒരു നിലപാടിനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കം തള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം 2 സിനിമകൾ, അതായത് മലയാളത്തിൽ ഈ കോവിഡിന് ശേഷം മലയാളത്തിൽ ഇറങ്ങിയ 2 സിനിമകൾ വലിയ രീതിയിൽ ഹൗസ്ഫുള്ളായി തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഫിയോക്കിന്റെ ഈ ഒരു നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കം നിലപാടെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഫിയോക്ക്. അതിൽ ഒന്നാമത്തെ കാര്യം ഈ OTT റിലീസുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ്. 44 ദിവസമാണ് ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയതിന് ശേഷം OTTക്ക് നൽകാവൂ എന്നുള്ളൊരു കരാറുള്ളത്. പക്ഷേ ഇത് പലപ്പോഴായും പ്രൊഡ്യൂസേഴ്സ് ലംഘിക്കുന്നു. അതിനു മുൻപ് തന്നെ, അതായത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന സമയത്ത് തന്നെ OTTയിലേക്ക് നൽകുന്ന, OTTയിൽ പ്രദർശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു. അതോടൊപ്പം തന്നെ പ്രൊജക്ടറുമായി ബന്ധപ്പെട്ടൊരു തർക്കവും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു പരിഹാരം കാണാതെ ഈ ഒരു നിലപാടിൽ നിന്നും പിന്നോട്ടില്ല എന്ന രീതിയിലേക്ക് തന്നെയാണ് ഫിയോക്കും മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഫെസ്ക അടക്കം ഇതിനെ അപലപിച്ചിട്ടുണ്ട്. ഈ ഒരു നിലപാട്, ഈ ഒരു രീതി ഇപ്പോഴെടുക്കുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. എന്തായാലും നാളെ മുതലായിരിക്കും മലയാള സിനിമകൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാതിരിക്കുക. വിശദാംശങ്ങളാണ് നവമി ദിനേശ് നൽകിയത്. പാലക്കാട് മാനേജ്മെന്റ് അസോസിയേഷൻ ന്യൂസ് 18 കേരളവുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഐക്കൺ 2024 ബി ഫ്യൂച്ചർ റെഡി കോൺക്ലേവ് അല്പസമയത്തിനകം ആരംഭിക്കും. പാലക്കാട് ക്ലബ് 6 കൺവെൻഷൻ സെന്ററിൽ ആണ് പരിപാടി. VK ശ്രീകണ്ഠൻ MP ആണ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുക. കോൺക്ലേവിന് ഒപ്പം മികച്ച സ്റ്റാർട്ടപ്പുകളെ കണ്ടെത്താനുള്ള മത്സരവും നടക്കും. മാനേജ്മെന്റ് രംഗത്ത് രാജ്യത്തെ പ്രഗത്ഭർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും. ഫ്യൂച്ചർ റെഡി എന്നുള്ള ഒരു ആശയമാണ് നമ്മളുടെ ചുറ്റുമുള്ള സമസ്ത മേഖലകളിലും വളരെയധികം മാറ്റങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളണം, എങ്ങനെ അഡാപ്റ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചിട്ടുള്ള വിശദമായ ഒരു അവലോകനം ഈ ദിവസം ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖരായ 22 പരം വിശിഷ്ട വ്യക്തികൾ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ വിശകലനം ചെയ്യുന്നതാണ്. ഐക്കൺ 2024 ബി ഫ്യൂച്ചർ റെഡി കോൺക്ലേവ് ന്യൂസ് 18 കേരളത്തിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ തത്സമയം കാണാൻ സാധിക്കും. പട്ടാമ്പി കൊപ്പം ദേശോത്സവത്തിനിടെ കൂട്ടയടി. ആഘോഷ കമ്മിറ്റികൾ ചേരിതിരിഞ്ഞാണ് ഏറ്റുമുട്ടിയത്. പോലീസ് ലാത്തി വീശി.
വാർത്തയുടെ വിശദാംശങ്ങളുമായി MS വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, ഈ ചേരി തിരിഞ്ഞ് ഇത്തരത്തിൽ സംഘാടകർ, കമ്മിറ്റിക്കാർ ഏറ്റുമുട്ടാനുണ്ടായ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? അഭിലാഷ്, കൊപ്പം ദേശോത്സവത്തിനിടയിലാണ് രണ്ട് വിഭാഗം ആളുകൾ ചേരി തിരിഞ്ഞ് സംഘർഷത്തിലേർപ്പെട്ടത്. സാധാരണ നിലയിൽ ഈ വള്ളുവനാടൻ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ദേശോത്സവങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ചെറിയ കൂട്ടായ്മകൾ, ക്ലബ്ബുകൾ, അതുപോലെ മറ്റുള്ള സ്വയം സഹായ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള കൂട്ടായ്മകളാണ് ഇങ്ങനെ ദേശോത്സവം സംഘടിപ്പിക്കാറുള്ളത്. ഇതിൽ ചില അതായത് ഈ കമ്മിറ്റി ഭാരവാഹികൾ തമ്മിലുള്ള ഒരു അസ്വാരസ്യമാണ് പിന്നീട് ഇത് സംഘർഷത്തിൽ കാരണമായത്. സംഘർഷത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ചെറിയ തോതിലുള്ള പരിക്കുകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. സാധാരണ ഈ ദേശോത്സവം സംഘടിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള സംഘടനകളും കൂട്ടായ്മകളുമാണ്. ആ കൂട്ടായ്മകളിലുണ്ടായ ഒരു സ്വാരസ്യമാണ് അതായത് ഇത് സംഘടിപ്പിച്ച സംഘാടകർ രണ്ട് ചേരിയായി തിരികെയും സംഘർഷത്തിൽ ഏർപ്പെടുകയായിരുന്നു. സാധാരണ ആനയൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് ഈ വള്ളുവനാടൻ ഗ്രാമങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറിയ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെ ഈ കൊപ്പത്ത് സംഘടിപ്പിച്ച ദേശോത്സവത്തിലാണ് സംഘർഷമുണ്ടായത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് MS വിനേഷ് കുമാർ നൽകിയത്. മമ്മൂട്ടി നായകനായ കണ്ണൂർ സ്ക്വാഡ് സിനിമയ്ക്ക് സമാനമായ ഭയപ്പെടുത്തുന്ന സംഭവങ്ങളാണ് അജ്മീറിൽ കഴിഞ്ഞ രാത്രി നടന്നത്. ആലുവ നഗരത്തെ വിറപ്പിച്ച കവർച്ചാ സംഘത്തെ പിടികൂടാൻ കേരള പോലീസ് സംഘം രാജസ്ഥാനിൽ എത്തിയപ്പോഴായിരുന്നു സിനിമാ രംഗങ്ങളെപ്പോലും വെല്ലുന്ന രീതിയിൽ പ്രതികളുമായുള്ള ഏറ്റുമുട്ടൽ. പോലീസിനെ വെട്ടിച്ച് കടക്കുന്നതിനിടെ അക്രമികൾ 3 തവണ വെടിയുതിർത്തു. അത്ഭുതകരമായാണ് പോലീസ് സംഘം രക്ഷപ്പെട്ടത്. പിന്നീട് കവർച്ചാ സംഘത്തെയും പിടികൂടിയാണ് പോലീസ് സംഘം കേരളത്തിലേക്ക് തിരിച്ചത്. ആലുവയിലും പരിസരത്തും വീടുകൾ കുത്തിത്തുറന്ന് കവർച്ച നടത്തി നാടുവിട്ട പ്രതികളെ തേടിയാണ് ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ 5 അംഗ സംഘം ആദ്യം മധ്യപ്രദേശിലും പിന്നീട് അജ്മീറിലും എത്തിയത്. അജ്മീർ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ. കഴിഞ്ഞ അർദ്ധരാത്രി 12:30 പ്രതികളെ കമാനി ഗേറ്റ് പരിസരത്തു നിന്നും പിടികൂടി. പിന്നീടായിരുന്നു കണ്ണൂർ സ്ക്വാഡ് സിനിമയ്ക്ക് സമാനമായ ഭയപ്പെടുത്തുന്ന രംഗങ്ങൾ. പോലീസിനെ കണ്ടപാടെ പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇവർക്ക് പിന്നാലെ കേരള പോലീസും. പിന്നീട് പ്രതികളിൽ ഒരാൾ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് പോലീസ് നേർക്ക് വെടിയുതിർത്തു. ആദ്യം ഒന്ന് പതറിയെങ്കിലും പിന്നീട് പോലീസുകാർ പ്രതികളെ സാഹസികമായി കീഴടക്കുകയായിരുന്നു. ആക്രമണത്തിൽ അജ്മീർ സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. വെടിവെപ്പിൽ കേരളത്തിൽ നിന്നും പോയ പോലീസുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. അവിടെ ലോക്കൽ അജ്മീർ പോലീസിന്റെ ഹെൽപ്പ് പ്രകാരം ഈ ജോയിന്റ് ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഈ 2 പേർക്ക് ലൊക്കേറ്റ് ചെയ്തിട്ട് പിടിക്കാൻ വേണ്ടി അവിടെ പോയിരുന്നു. ആ സമയത്ത് ഈ 2 പേരിനെ ഒരാൾ ഈ പോലീസ് പാർട്ടിനെതിരെ ഫയറിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 റൗണ്ട്സ് ഫയർ ചെയ്തു. ഉടൻ തന്നെ പോലീസിന്റെ ടീം അത് ഓവർ പവർ ചെയ്തിട്ട് ഈ 2 പേർക്ക് കസ്റ്റഡിയിൽ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ. പിന്നെ വിശദമായ ചോദ്യം ചെയ്യുമ്പോൾ അത് ഈ പ്രതി ആക്ച്വലി കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു 307 പിന്നെ ആംസ് ആക്ട് പ്രകാരം ദർഗ പോലീസിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ രാജസ്ഥാൻ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. പോലീസ് സംഘം പ്രതികളുമായി വൈകാതെ കൊച്ചിയിലെത്തും. ഉത്തരാഖണ്ഡ് സ്വദേശികളായ പ്രതികൾ കൂടുതൽ കവർച്ച ലക്ഷ്യമിട്ടാണ് അജ്മീറിലെത്തിയതെന്നും സൂചനയുണ്ട്. പ്രതികൾ ആദ്യം മധ്യപ്രദേശിലും പിന്നീട് രാജസ്ഥാനിലേക്കും കടക്കുകയായിരുന്നു. 10 ദിവസം മുൻപാണ് ആലുവ കുട്ടമശ്ശേരി സ്വദേശി മുഹമ്മദ് അലിയുടെ വീട്ടിലും SP ഓഫീസിന് സമീപം മൂഴയിൽ ബാബുവിന്റെ വീട്ടിലും കവർച്ച നടന്നത്. വീട്ടുകാരില്ലാത്ത സമയത്ത് കതക് തകർത്തായിരുന്നു മോഷണം. മുഹമ്മദ് അലിയുടെ വീട്ടിൽ നിന്ന് 18 പവൻ സ്വർണവും 12,500 രൂപയും, ബാബുവിന്റെ വീട്ടിൽ നിന്ന് കതക് കുത്തി തുറന്ന് 20 പവൻ സ്വർണവും 20,000 രൂപയും കവർന്നു. ഈ ദിവസങ്ങളിൽ തൃശൂരടക്കം സമാനമായ കവർച്ച നടന്നതായും സൂചനയുണ്ട്.
പ്രതികളുടെ ദൃശ്യങ്ങൾ CCTV-യിൽ പതിഞ്ഞതോടെ ഇതര സംസ്ഥാനക്കാരാണെന്ന നിഗമനത്തിൽ ലോഡ്ജുകളിലും CCTV ക്യാമറകളും പരിശോധിച്ചാണ് പ്രതികളെക്കുറിച്ച് ഏകദേശ രൂപം ലഭിച്ചത്. റൂറൽ SP വൈഭവ് സക്സേനയുടെ നിർദ്ദേശപ്രകാരം SI ശ്രീലാൽ, CPOമാരായ മുഹമ്മദ് അമീർ, മഹിൻ ഷാ, മനോജ്, അജ്മൽ എന്നിവരടങ്ങുന്ന സംഘമാണ് അജ്മീറിൽ പോയി പ്രതികളെ പൊക്കിയത്. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവരാണ് പോലീസ്. അതേസമയം പോലീസിന്റെ അനാസ്ഥയെ തുടർന്ന് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് സാഹചര്യം ഒരുങ്ങാറുണ്ട്. ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് രാജസ്ഥാനിൽ പോയി കവർച്ചാ സംഘത്തെ ആലുവയിലെ പോലീസ് സംഘം പിടികൂടിയത്. അത് അഭിനന്ദനം അർഹിക്കുന്ന പ്രവൃത്തിയാണ്. പോലീസ് സേനയ്ക്ക് ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഇന്നത്തെ വാർത്താരംഭം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. 2 മണിക്കൂർ ചർച്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്.